നിലവിൽ ഏറ്റവും വിവാദപരമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾക്ക് പാത്രമാകേണ്ടി വന്ന ഒരു പദ്ധതിയാണ് 2017 യൂണിയൻ ബഡ്ജറ്റിൽ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലി മുന്നോട്ട് വെച്ച ഇലക്ടോറൽ ബോണ്ട് എന്ന പദ്ധതി. എന്താണ് ഇലക്ടോറൽ ബോണ്ടുകളെന്ന് സിംപിളി പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുവാൻ വേണ്ടി രൂപീകരിച്ച ഒരു പദ്ധതിയാണിത്. അപ്പോൾ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സംഭാവന വാങ്ങിയിട്ടുള്ളത് BJPയും അത് കഴിഞ്ഞ് കോൺഗ്രസും, ബാക്കി വരുന്ന ശതമാനമാണ് മറ്റു പാർട്ടികൾ സംഭാവനകളായി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇലക്ടോറൽ ബോണ്ടുകളെന്ന് നിങ്ങൾക്ക് ലളിതമായി പറഞ്ഞു തരുവാനും എങ്ങനെയാണ് ഈ ഇലക്ടോറൽ ബോണ്ടുകൾ പ്രവർത്തിക്കുന്നതെന്നും ആരാണ് ഈ ഇലക്ടോറൽ ബോണ്ടുകൾ വാങ്ങുവാൻ അർഹരായിട്ടുള്ളവരെന്നും എന്തൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സംഭാവനകൾ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇലക്ടോറൽ ബോണ്ടുകൾ എന്നൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം നേരത്തെയും സംഭാവനകൾ നൽകിയിട്ടുണ്ടല്ലോ, അപ്പോഴൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ ഇലക്ടോറൽ ബോണ്ടുകൾക്കുള്ളതെന്ന്. അപ്പോൾ അതറിയണമെങ്കിൽ എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്കൊക്കെ നേരത്തെ ഫണ്ടിങ് നടന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ സംഭാവനകൾ അല്ലെങ്കിൽ ഫണ്ടിങ് പ്രധാനമായും ആവശ്യമായി വരുന്നത് എലക്ഷൻ വരുന്ന സമയങ്ങളിലായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ നടക്കുന്ന എലക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെലവേറിയ ഒരു ഇവന്റ് തന്നെയാണ്. അതായത് എലക്ഷൻ പ്രചാരണത്തിനായും തങ്ങളുടെ ആശയങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയും പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ധാരാളം ഫണ്ട് ആവശ്യമായി വരുന്നതാണ്. അപ്പോൾ ഇത്തരം ചെലവുകൾ കഴിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും പൊളിറ്റിക്കൽ പാർട്ടികൾ സംഭാവനകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു ഫണ്ടിങ് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകണമെങ്കിൽ അവർക്ക് എത്ര തുക വേണമെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് കൈമാറാവുന്നതാണ്. അതിന് മറ്റ് ചാനൽസോ ഇന്റർമീഡിയറോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ സംഭാവന നൽകുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് റെസിപ്റ്റ് വല്ലതും ലഭിക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരുന്നു പൊതുവെ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫണ്ടിങ് നടന്നിരുന്നതെങ്കിലും ഗവൺമെന്റ് അതിലേക്കൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരുന്നു. അതായത് 20,000-ന് മേലെ ഡൊണേഷൻ നൽകുകയാണെങ്കിൽ ആ ഡൊണേഷൻ സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടി അതിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും പബ്ലിഷ് ചെയ്യണം. അതായത് ആരാണ് ഫണ്ട് കൊടുത്തത്, എത്രയാണ് ഫണ്ട് തുടങ്ങിയ അതിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഇൻകം ടാക്സിന് മുമ്പിലും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന് മുമ്പിലും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ഈ ഇലക്ടോറൽ ബോണ്ട് എന്നൊരു പദ്ധതി കടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പദ്ധതി കടന്നു വരണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കാരണവും ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സിൽ ചില പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇലക്ടോറൽ ബോണ്ട് എന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സംഭാവന കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എത്ര തുകകൾ വേണമെങ്കിലും സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ എത്ര വലിയ തുക സംഭാവന നൽകിയാലും റെസിപ്റ്റ് എഴുതുന്ന സമയത്ത് 19,999 റെസിപ്റ്റ് ആയിരിക്കും അവർ എഴുതുക. അതായത് ഇപ്പോൾ ഞാൻ ഒരു 1 കോടി രൂപ കൊടുക്കുകയാണെങ്കിൽ അവർ ആ തുകയെ 19,999 റെസിപ്റ്റുകളാക്കി മാറ്റും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 20,000-ന് മുകളിൽ ഡൊണേഷൻ നൽകുകയാണെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും പബ്ലിഷ് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുവാൻ വേണ്ടിയാണ് ഇവർ ഈ 19,999 റെസിപ്റ്റുകളായിട്ട് ഇതിനെ മാറ്റുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ബ്ലാക്ക് മണി അഥവാ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ഈ ഒരു ഡൊണേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബ്ലാക്ക് മണിയാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നമായി കടന്നു വന്ന ഒന്ന്. ഇനി ഒന്നുമില്ല, ഈ പ്രോസസ്സ് എല്ലാം വളരെ കൃത്യമായി നടക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഞാൻ വലിയൊരു ഫണ്ട് ഡൊണേറ്റ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ആ പാർട്ടി പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായി കാര്യങ്ങൾ നടന്നു പോവുകയാണെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയൊരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ഫണ്ട് ഡൊണേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ പാർട്ടി വിജയിക്കും എന്നൊരു പ്രതീക്ഷ എന്നിലുള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ ഇലക്ഷൻ നടന്നു, ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ വിജയിച്ചത് BJP ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഡൊണേഷൻ നൽകിയതിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഗവൺമെന്റിന്റെ പക്കലുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ഗവൺമെന്റിന് തന്റെ എതിർ പാർട്ടിക്ക് ആരാണ് ഫണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി സ്പഷ്ടമായി അറിയാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികാരം ഇവരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ എതിർ പാർട്ടികൾക്ക് ഡൊണേഷൻ നൽകിയവരെ ടാർഗറ്റ് ചെയ്യുവാനും അവരെ വേട്ടയാടുവാനും ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. അതായത് വിക്ടിമൈസേഷൻ എന്നൊരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ആദ്യത്തെ പ്രശ്നം ബ്ലാക്ക് മണി സംബന്ധിക്കുന്നതാണെങ്കിൽ രണ്ടാമത്തെ പ്രശ്നം ഈ വിക്ടിമൈസേഷനെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളെയും അവോയ്ഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇലക്ടോറൽ ബോണ്ട് എന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇലക്ടോറൽ ബോണ്ടുകൾ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഇലക്ടോറൽ ബോണ്ടുകൾ വരുന്ന സമയത്തും ഇവിടെയും ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ക്യാഷായി സംഭാവന ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 2,000 രൂപയായിരിക്കും.
അപ്പോൾ ഈ 2000-ന് മുകളിൽ സംഭാവന ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇലക്ടോറൽ ബോണ്ടുകൾ വാങ്ങേണ്ടി വരുന്നത്. പ്രോമിസറി നോട്ടുകൾ പോലെ അല്ലെങ്കിൽ ബെയറർ ബോണ്ടുകൾ പോലുള്ള ഒരു സാമ്പത്തിക ഉപകരണമാണ് ഈ ഇലക്ടോറൽ ബോണ്ട്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി മാത്രമായി രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ഇതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കോ കോർപ്പറേറ്റുകൾക്കോ ഇത് വാങ്ങാവുന്നതാണ്. 1000, 10,000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി എന്നീ മൂല്യങ്ങളിൽ ഇത് ലഭ്യമാണ്. അതായത് മിനിമം 1000 ആണെങ്കിൽ മാക്സിമത്തിന് ഒരു ലിമിറ്റ് ഒന്നുമില്ല. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് വെച്ചാൽ അനോണിമിറ്റിയാണ്. അതായത് വാങ്ങുന്നയാളുടെ വിവരങ്ങൾ ഒന്നും തന്നെ ബാങ്കോ അതുപോലെ തന്നെ സംഭാവന സ്വീകരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയോ പുറത്തുവിടുന്നതല്ല. രാഷ്ട്രീയ സംഭാവനകളിൽ സുതാര്യത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 ബജറ്റ് സമ്മേളനത്തിൽ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഇലക്ടോറൽ ബോണ്ട് എന്ന പദ്ധതി അവതരിപ്പിച്ചത്. RBI ആക്ട്, ധനകാര്യ നിയമം, ജനപ്രാതിനിധ്യ നിയമം, കമ്പനി നിയമം, ആദായ നികുതി നിയമം, വിദേശ സംഭാവന നിയന്ത്രണ നിയമം എന്നിവയുൾപ്പെടെയുള്ള നിരവധി സുപ്രധാന നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് 2018 ജനുവരിയിൽ ഈ പദ്ധതി പ്രവർത്തനക്ഷമമാക്കിയത്. ഇനി നമുക്ക് ഇവയുടെ പ്രധാന സവിശേഷതകൾ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് ചുമ്മാ SBIയിലേക്ക് ചെന്നിട്ട് ഇലക്ടോറൽ ബോണ്ട് വാങ്ങുവാൻ സാധിക്കില്ല. അത് വാങ്ങണമെങ്കിൽ നമ്മൾ ബാങ്കിൽ നമ്മുടെ KYC സമർപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ KYC സമർപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ബാങ്കും അതുപോലെ തന്നെ സംഭാവന സ്വീകരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും നമ്മുടെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇലക്ടോറൽ ബോണ്ട് എന്ന പദ്ധതിയുടെ ഏറ്റവും വിവാദപരമായ വശങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ അനോണിമിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരിക്കൽ ബോണ്ട് വാങ്ങിയാൽ ഈ ബോണ്ട് എൻക്യാഷ് ചെയ്യുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പ്രത്യേക സമയപരിധിയുണ്ട്. 15 ദിവസത്തിനുള്ളിൽ രാഷ്ട്രീയ പാർട്ടി തുക എൻക്യാഷ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ സംഭാവനയായി ലഭിക്കുന്ന തുക പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിക്കപ്പെടും. ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ വാങ്ങാൻ സാധിക്കുന്ന ബോണ്ടുകളുടെ എണ്ണത്തിനും പരിധികളില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഈ ഒരു ബോണ്ടുകൾ എല്ലാ സമയത്തും വാങ്ങുവാൻ ലഭ്യമല്ലതാനും. 4 മാസത്തെ ഇടവേളയിൽ, അതായത് ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ എന്നീ 4 മാസത്തെ ഇടവേളയിൽ 10 ദിവസത്തേക്കാണ് ഇത് ലഭ്യമാവുക. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ ഇവ 30 ദിവസത്തേക്ക് തുറന്നിരിക്കും. ഇനി നമുക്ക് ഇലക്ടോറൽ ബോണ്ടുകളുടെ ഫണ്ടുകൾ സ്വീകരിക്കുവാനുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെ യോഗ്യത എന്താണെന്ന് മനസ്സിലാക്കാം. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പോൾ ചെയ്ത ആകെ മൊത്തം വോട്ടിന്റെ 1% നേടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ഇലക്ടോറൽ ബോണ്ടുകൾ വഴി സംഭാവന സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കുറഞ്ഞ തിരഞ്ഞെടുപ്പ് പിന്തുണയുള്ള പാർട്ടികൾക്ക് മാത്രമേ ഈ ഫണ്ടിംഗ് സംവിധാനത്തിൽ നിന്നും പ്രയോജനം ലഭിക്കൂ എന്ന് ഈ ഒരു മാനദണ്ഡം ഉറപ്പാക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പോസിറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ബ്ലാക്ക് മണിയുടെ പ്രശ്നം ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കുമെന്ന്. കാരണം ഇതിൽ ലിക്വിഡ് ക്യാഷ് കൊടുക്കുവാൻ കഴിയില്ല. കൃത്യമായ അക്കൗണ്ടഡ് മണിയിലൂടെ മാത്രമേ ബോണ്ട് വാങ്ങുവാൻ സാധിക്കൂ. പിന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ടോറൽ ബോണ്ടുകൾ വഴി എത്ര രൂപയാണ് കിട്ടിയതെന്ന് റെക്കോർഡ് ചെയ്യപ്പെടും, അത് അറിയുവാൻ സാധിക്കും. അങ്ങനെ അൺഅക്കൗണ്ടഡ് ഡൊണേഷൻസ് ഒക്കെ ഒരു പരിധി വരെ ഇതിലൂടെ കുറയ്ക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു വിക്ടിമൈസേഷൻ ഒഴിവാക്കുവാൻ സാധിക്കും. കാരണം ഇവിടെ ദാതാക്കളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. ഇവിടെ അനോണിമിറ്റി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ക്ലീൻ മണിയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോസിറ്റീവ്സ് ഉണ്ടായിരുന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ഇത്രമാത്രം വിമർശനത്തിനിരയായത്? അതറിയണമെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് സൈഡിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്തൊക്കെയാണ് ഈ ഇലക്ടോറൽ ബോണ്ടുകളുടെ നെഗറ്റീവ് സൈഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ ആദ്യത്തെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അനോണിമിറ്റിയാണ്. അതായത് ആരാണ് പൈസ കൊടുത്തതെന്നോ, ഏത് പാർട്ടിക്കാണ് പൈസ കൊടുത്തതെന്നോ, എത്ര രൂപയാണ് കൊടുത്തതെന്നോ ഒന്നും അറിയാൻ സാധിക്കുകയില്ല. നമുക്കറിയാം ഇന്ത്യയിലെ ഇലക്ഷനെ നമ്മൾ വിളിക്കുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്നാണ്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇലക്ഷനെ നമ്മൾ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് വിളിക്കുന്നത്? കാരണം എനിക്ക് എന്റേതായ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഇലക്ഷനെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വോട്ട് ചെയ്ത ഒരു സാധാരണക്കാരന് താൻ വോട്ട് ചെയ്ത പാർട്ടിക്ക് ആരാണ് ഫണ്ട് ചെയ്തതെന്ന് അറിയാനുള്ള അവകാശവുമുണ്ട്. എന്തുകൊണ്ടാണ് ഭരണഘടന ഇങ്ങനൊരു അവകാശം അയാൾക്ക് നൽകുന്നത്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എന്തുകൊണ്ടായിരിക്കും വോട്ട് ചെയ്യുന്നത്? ഒരുപക്ഷെ അയാൾക്ക് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആശയങ്ങളോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നത് കൊണ്ടാവാം. അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് എന്തുകൊണ്ടായിരിക്കും? അവർ നൽകിയ വാഗ്ദാനങ്ങളിൽ അയാളുടെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാവാം. അതായത് അവരുടെ പ്രകടന പത്രികയിൽ എന്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് ആ പാർട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. എന്നാൽ ആ പാർട്ടിയെ ഫണ്ട് ചെയ്യുന്നവർക്കും അവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. അതായത് ഏതൊരു കോർപ്പറേറ്റും ഇത്തരത്തിലുള്ള ഫണ്ടിങ്ങിനെ കാണുന്നത് അവരുടെ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടായിരിക്കും. അതായത് അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു കോർപ്പറേറ്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫണ്ട് നൽകുന്നത്. അതായത് ഫണ്ട് ചെയ്യുന്നവൻ അവന്റെ ആവശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവർക്ക് ഫണ്ട് നൽകിയതെങ്കിൽ വോട്ട് ചെയ്തവൻ അവന്റെ ആവശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലൊരു കേസിൽ പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ കമ്മിറ്റ്മെന്റ് വരാൻ സാധ്യത ഫണ്ട് ചെയ്തവരോടായിരിക്കും.
ഇനി എപ്പോഴാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വോട്ട് ചെയ്തവരുടെയും ഫണ്ട് ചെയ്തവരുടെയും നീഡ്സിൽ കോൺട്രഡിക്ഷൻ വരുന്ന സമയങ്ങളിലാണ്. അതായത് വോട്ട് ചെയ്ത ആളുടെ ആവശ്യങ്ങൾക്ക് വിപരീതമാണ് ഫണ്ടറുടെ ആവശ്യമെങ്കിൽ അവിടെ ഒരുപക്ഷെ വോട്ടറുടെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ഇലക്ടോറൽ ബോണ്ടുകൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പല നിയമത്തിലും ഭേദഗതികളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനികൾക്കും വ്യക്തികൾക്കും പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഫണ്ട് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു നിബന്ധനയുണ്ട്. കമ്പനി അഥവാ കോർപ്പറേറ്റ് അവരുടെ കഴിഞ്ഞ 3 വർഷത്തെ നെറ്റ് പ്രോഫിറ്റിന്റെ 7.5% കൂടുതൽ സംഭാവനയായി കൊടുക്കുവാൻ പാടില്ല. എന്നാൽ ഇലക്ടോറൽ ബോണ്ടിന്റെ ഭാഗമായി ഈ ഒരു റെസ്ട്രിക്ഷൻ എടുത്തു കളഞ്ഞു. അതായത് എത്ര ഫണ്ട് വേണമെങ്കിലും ഇപ്പോൾ സംഭാവനയായി കൊടുക്കാമെന്നായി. ഇതുവരെ കമ്പനികൾക്ക് അവരുടെ ലാഭത്തിന്റെ 100% വരെ കൊടുക്കാം എന്നൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, ഒരു കമ്പനിയും അവരുടെ 100% ലാഭം കൊടുക്കുകയില്ലല്ലോ എന്ന്. അപ്പോൾ ഇവിടെയാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. അതായത് ഷെൽ കമ്പനീസിനെ ഇവിടെയാണ് ഇവർ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ ഷെൽ കമ്പനി എന്ന് വെച്ചാൽ മണി ലോണ്ടറിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന പേപ്പർ കമ്പനീസിനെയാണ് നമ്മൾ ഷെൽ കമ്പനീസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഷെൽ കമ്പനീസിന് അവരുടെ ലാഭത്തിന്റെ 100% ഡൊണേറ്റ് ചെയ്യുവാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഇലക്ടോറൽ ബോണ്ടുകൾ പ്രകാരം ഇതിനൊന്നും യാതൊരുവിധ കണക്കുകളുമില്ല, ആരുമൊട്ടും അറിയാനും പോകുന്നില്ല. സോ ഇത്തരത്തിലുള്ള ഷെൽ കമ്പനീസ് വളരുന്നതിന് ഇത് കാരണമായി തീരും. ഇനി മറ്റൊരു നിയമമാണ് FCRA അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 പ്രകാരം ഫോറിൻ കമ്പനീസിന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിന് കാരണം വേറൊന്നുമല്ല, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഫോറിൻ കമ്പനീസിന്റെയോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിന്റെയോ താല്പര്യങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റിന് വഴങ്ങേണ്ടി വന്നാലോ എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത്. എന്നാൽ ഇതിൽ ഭേദഗതി വരുത്തിയത് പ്രകാരം ഈ ഫോറിൻ കമ്പനീസിന്റെയൊക്കെ ഇന്ത്യയിലെ സബ്സിഡറീസിന് ഫണ്ട് ഡൊണേറ്റ് ചെയ്യുവാൻ സാധിക്കും എന്നൊരു അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞ ആ ഒരു പ്രശ്നം ഇതിലൂടെ സംഭവിക്കാനുള്ള ചാൻസ് ഏറെയാണ്. അതായത് ഇത്തരം നിയമത്തിൽ ഭേദഗതി വരുത്തിയത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ 2017 ബജറ്റിന്റെ ഭാഗമായിട്ടാണ് ഇലക്ടോറൽ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ബജറ്റിന്റെ മണി ബില്ലിന്റെ ഭാഗമായിട്ടാണ് മുമ്പ് പറഞ്ഞ ഭേദഗതികളെല്ലാം തന്നെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 110 പ്രകാരം മണി ബില്ലിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മണി ബില്ലും അതിന്റെ ഭാഗമായിട്ടുള്ളവയും നിയമമാകണമെങ്കിൽ അതിന് ലോക്സഭ മാത്രം വിചാരിച്ചാൽ മതി. അതായത് രാജ്യസഭയ്ക്ക് അവിടെ യാതൊരുവിധ റോളുമില്ല. രാജ്യസഭയ്ക്ക് വേണമെങ്കിൽ കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാമെന്നേ ഉള്ളൂ. പക്ഷേ അത് വകവെക്കണമെന്ന് പോലും നിർബന്ധമില്ല. നമുക്കറിയാം ലോക്സഭയിൽ ഒരു പാർട്ടിക്ക് ബില്ല് പാസ്സാക്കണമെങ്കിൽ മെജോറിറ്റി വേണമെന്ന്. ആ പാർട്ടി തന്നെയാണ് അധികാരത്തിലുള്ളതും. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റിന് എന്തും നടപ്പാക്കുവാൻ വഴിയൊരുക്കുന്ന ഒന്നായി ഈ മണി ബില്ല് മാറും. ഇത് തീർത്തും ഭരണഘടനാ വിരുദ്ധമാണെന്ന ഒരു അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആകെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇലക്ടോറൽ ബോണ്ടുകളുടെ 99% 10 ലക്ഷത്തിന്റെയും 1 കോടി രൂപയുടെയൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കൂടുതൽ ഫണ്ടും ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണക്കാരൊന്നുമല്ല, വലിയ വലിയ കോർപ്പറേറ്റുകളാണെന്ന്. അപ്പോൾ ഇത് കോർപ്പറേറ്റുകളുടെ അതിപ്രസരിപ്പിന് കാരണമാകുമെന്നും അതുവഴി ചൂഷണം വർദ്ധിക്കും എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ടോറൽ ബോണ്ടുകൾക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് ഇലക്ടോറൽ ബോണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇലക്ടോറൽ ബോണ്ടുകളെ സംബന്ധിക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.